എല്ലാരും തെറി പറയാൻ നിൽക്കുന്നുണ്ട്. നല്ല ലേറ്റായി. നമസ്കാരം. ഒത്തിരി ലേറ്റായി. ഇവന്മാര് ലേറ്റാക്കിയതാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AJ Vlogs. ഇതൊരു കിടിലൻ വ്ലോഗിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ കൂടിയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ട്രിപ്പിന് എല്ലാം റെഡി ആയിട്ട് ഇപ്പോൾ വണ്ടിയിലിരിക്കുകയാണ്. സോ ഹയാസിലാണ് നമ്മൾ പോകുന്നത്. അറൗണ്ട് 13-14 ആൾക്കാരുണ്ട്. അപ്പോൾ 2 പേര് ബാക്കിൽ കാറിൽ വരുന്നുണ്ട്. സോ ആ വിശേഷങ്ങളായിരിക്കും. ഇനി 1-2 എപ്പിസോഡ് അതായിരിക്കും. ഞാൻ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരാണ് അൽ ജസീറ അൽ ഹംറ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഗോസ്റ്റ് വില്ലേജ്, അതാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ഗോസ്റ്റുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് ഗോസ്റ്റുകളെ. കമോൺ. എല്ലാവരും യൂട്യൂബേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ പെട്ടവരാണ് എല്ലാവരും. സോ നമുക്ക് ഓരോരുത്തരടുത്ത് അവരുടെ ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിനേഷ് വ്ലോഗർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഗാഡ്ജറ്റും നിങ്ങൾക്ക് പരിചയപ്പെടാം. അതിന് ശേഷം ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ഗാഡ്ജറ്റ് പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം കാണിച്ചു തരാം. ഓക്കെ. ഗവേഷണത്തിൽ ഉള്ളൊരു സ്ഥലമാണിത്, റാസൽ ഖൈമയിലെ ഗോസ്റ്റ് വില്ലേജ്. സോ കൃഷ്ണരാജ് ബ്രോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ. അന്നു ബ്രോയും ചെയ്തിട്ടുണ്ട്, അനുക്കുന്നു. അതെ. പിന്നെ നമ്മൾ അപ്പോൾ രാകേഷ് ബ്രോയും കൃഷ്ണരാജ് ബ്രോയും ഒരു സെപ്പറേറ്റ് കാറിലാണ് നമ്മളെ ഫോളോ ചെയ്ത് വന്നിരുന്നത്. നമ്മുടെ അതെ അതെ അത് നമ്മൾ എന്തായാലും മാറി മാറി കയറിയിട്ട് അടിപൊളിയാക്കും ഈ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ് ഗോസ്റ്റ് ഹൗസ് റാസൽ ഖൈമ. വെയിലിൻ്റെ പവർ ഇത്തിരി കൂടുന്നുണ്ട്. സോ നമുക്ക് ചെറിയൊരു ചേഞ്ച് ആവാം അല്ലേ. ഈ ഒരു പ്ലേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടേക്ക് ഓഫിൻ്റെ കുറച്ച് സീൻസൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ഒരു സ്ഥലം. എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഒരു എന്താ പറയുക, പഴയ രീതിയിലൊരു കൺസ്ട്രക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാ ചുമരുകളിലും കാണാൻ കഴിയുന്നത് പവിഴപ്പുറ്റുകളും അതുപോലെ ഈ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു തരം കല്ല് വെച്ചിട്ടാണ് ഇവർ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കെട്ടിപ്പടുക്കാൻ. സത്യം പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു യൂട്യൂബ് മീറ്റപ്പോ കാര്യങ്ങളല്ല, ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയക്കുറവുമില്ല, ഒന്നുമില്ല. എന്താ പറയുക, ഒരു ഫാമിലി, ഒരു അമ്മ പെറ്റില്ല.
ഗോസ്റ്റ് ഗോസ്റ്റ്. പിന്നെ ഞങ്ങൾ വന്നത് ഒരു ചേട്ടൻ്റെ കൂടെയാണ്. ആ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സാമുവലാണ്. സാമുവലിനാണ് ചേട്ടൻ്റെ പേര്. സ്ഥലം എവിടെയാണ് ചേട്ടാ? കൊല്ലം. കൊല്ലത്തുള്ള സാമുവൽ ചേട്ടനാണ് നമ്മളെ ഇങ്ങോട്ട് സാരഥിയായിട്ട്, സിറ്റി തന്നെ, കൊല്ലം സിറ്റി തന്നെയുള്ള നമ്മുടെ സാരഥിയായിട്ട് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വന്ന ചേട്ടനാണ്. എല്ലാവരെയും കണ്ടല്ലോ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു കാറ് ഉപയോഗിച്ച് വന്നത്. രാകേഷ് ബ്രോ ആണ് കാർ എടുത്ത് വന്നത്. രാകേഷ് ബ്രോയും കൃഷ്ണരാജ് ബ്രോ ആണ് അതിൽ വന്നത്. നമ്മൾ ഇവര് കാറിൽ കൂട്ടിയില്ല കേട്ടോ. നമ്മൾ അത്രയും ദൂരം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടത്തോട്ട് വരാം, എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞതാ. ഇവിടെ എത്തിയ സമയത്ത് എന്നെ കൃഷ്ണനെ മാത്രം വേറെ വണ്ടിയിലാക്കി ഇവരൊക്കെ കൂടിയിട്ട് അടിച്ചു പൊളിച്ച് പോവാ. കുഴപ്പമില്ല, നമ്മൾ വേറെ അടിച്ചുപൊളിയായിട്ട് വണ്ടിയിൽ പോകുന്നുണ്ട്. അത് ഇവർക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ബ്രോന്റെ ചാനൽ പറഞ്ഞു ബ്രോ. എനിക്ക് ഒരു പിന്നെ യൂട്യൂബ് ചാനലുണ്ട്, ലൈഫ് ആൻഡ് ട്രാവൽ ബൈ രാകേഷ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ വൈഫും എൻ്റെ ഒരു ചെറിയ മോളുണ്ട് 2.5 വയസ്സിൽ. അപ്പോൾ നമ്മൾ കൂടി പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കൂടി കാണിക്കുക. ഒരു ലൈഫ് സ്റ്റൈൽ ട്രാവൽ വ്ലോഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ചാനലിൻ്റെ താഴെ URL ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഗോസ്റ്റ് വില്ലേജ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ടീ ബ്രേക്ക് ആണ്. സോ അടുത്ത ഒരു പാർട്ടിൽ ബാക്കിയുള്ള ഈ ട്രിപ്പിന്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്താം. എല്ലാവരും നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ പുള്ളി ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും അതുപോലെ നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വാല്യുബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് തെറിയല്ലാതെ നല്ല രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും എന്താണ് എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ പോലെയുള്ള പുതിയ യൂട്യൂബേഴ്സിന് അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റും അത്രയും വാല്യുബിൾ ആണ്. ഇത് വെറുതെ പറയുന്നില്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, അത് തന്നെയാണ് മെയിൻ. അപ്പോൾ ദിസ് ഈസ് AJ Vlogs സൈനിങ് ഓഫ്.